ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഫാമിലി ഇഫ്താർ ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ, അതായത് നാളെയാണ് നമ്മളെ ഇഫ്താറുടെ ഫാമിലി ഇഫ്താർ പാർട്ടി വരുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കിച്ചണിലുണ്ട്. ഒന്നുമില്ല, നമ്മളെ ഫില്ലിങ്സും സ്നാക്സിനുള്ള ഫില്ലിങ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കലുണ്ട്. കുറച്ച് സ്നാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കലുണ്ട് കേട്ടോ. എത്ര സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ചെയ്ത് വെക്കാനുള്ളതാണെങ്കിൽ ചെയ്ത് വെക്കും. അങ്ങനെ എന്നാൽ പിന്നെ പിറ്റത്തെ ദിവസം നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആ ഒരു പണിയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും എത്ര നമ്മൾ ചെയ്ത് വെച്ചാലും അന്നത്തെ ദിവസം പകലിൽ ചെയ്യാനുള്ള പണികൾ കുറേ ഏറെ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സ്നാക്സിൻ്റെ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ഇഫ്താർ പാർട്ടിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സ്നാക്സൊക്കെ നേരത്തെ അങ്ങ് സെറ്റാക്കിയിട്ട് വെക്കും. അപ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളും കുറയും. പിന്നെ നമ്മൾ ഈ നോമ്പെടുത്തിട്ടല്ലേ പിറ്റത്തെ ദിവസം ആരായാലും ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ പെങ്ങന്മാരും എല്ലാവരും വരും. പക്ഷേ എല്ലാവരും വന്നിട്ട് ചെയ്യുകയാണെങ്കിലും നോമ്പൊക്കെ എടുത്തിട്ട് ടയേർഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ ഇല്ലാതെ കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പണികൾ ഞാൻ ബാക്കി വെക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഒന്ന് ചെയ്തൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഷവർമ്മ പോക്കറ്റ് ഷവർമ്മ അതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങനത്തെ എന്താ പറയുക കളർ ക്യാപ്സിക്കം ഒന്നും വേണമെന്നില്ല. നിങ്ങൾ ഗ്രീൻ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാബേജും ക്യാരറ്റും അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കയ്യിലെ അങ്ങനത്തെ അതിലേതാണോ, ഇനിയിപ്പോൾ ക്യാബേജ് മാത്രമാണെങ്കിൽ ക്യാബേജ് മാത്രം എടുക്കാം, ഒന്നും കുഴപ്പമില്ല. സവാള എടുക്കുക. അങ്ങനെ ഞാനത് അപ്പുറത്ത് നമ്മളെ വൈറ്റ് സോസ് സമൂസല്ലേ അതുണ്ടാക്കുന്നുണ്ട്. കുറച്ച് അതിൻ്റെ മസാല സെറ്റാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് നമ്മളെ ഇറച്ചിപ്പത്തിരിയില്ലേ, ചോറപ്പത്തിരി അതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സവാളയും ഒക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഓരോന്നും അങ്ങനെ സെറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്യാബേജും ക്യാരറ്റും ഇത് കണ്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ക്യാബേജ് നിങ്ങൾ ക്യാരറ്റ് കുറച്ചാലും ക്യാബേജ് കുറച്ച് കൂടുതലെടുത്തോ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിൽ ക്യാബേജ് വരുന്ന സമയത്ത്. ഇനി ഇത് കുക്കാക്കലും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്യുക, മയോണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ എന്താ പറയുക അതിൻ്റെ ഡോ ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടൂര ഉണ്ടാക്കുന്നില്ലേ, ബട്ടൂര റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ബട്ടൂര റെസിപ്പി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോ നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും ബ്രെഡിൽ ചെയ്യുക, പക്ഷെ ഞാൻ ബ്രെഡിലല്ല കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചുട്ടിട്ട് ആവിയിൽ ചെയ്യുക, ചുട്ടെടുത്തിട്ട് ചെയ്യുക, ഓവനിൽ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ പല രീതിയിലും ഇത് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇതാ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയണൈസ് ആവശ്യമുണ്ട് കേട്ടോ. ഇതിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മയണൈസും സോസും കുറച്ച് പെപ്പറും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മയണൈസും കൂടെ ആക്കിയെടുക്കട്ടെ. എന്നാൽ പിന്നെ നാളെ ആ ഒരു തിരക്കിൽ നമ്മൾ അതുണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലയൊന്നും വഴറ്റേണ്ട കാര്യമില്ല. ഒരു എന്താ പറയുക സവാളയില്ലേ അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലും. അപ്പോൾ ഇത്രയും സെറ്റായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേണം. ചിക്കനൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ ഈ ഒരു അളവ് ഇത് കണ്ട ഒരു 2 വലിയ പീസ് ചിക്കൻ എടുത്തു. അതൊന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചു, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു, മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. ചിക്കന് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും അതിലേക്ക് കുറച്ചെടുത്താലും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു വെർത്തായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടത്. ഫാമിലി ഇഫ്താറൊക്കെ നടക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഞാൻ വേറെ ബോക്സിലാക്കിയിട്ട് വെച്ചത്. നമുക്ക് ആ ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ അതിൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച്. ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും കുറച്ച് മല്ലിയിലയും മാറ്റി വെച്ചിട്ടുണ്ട്, വേറൊരു ബോക്സിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് കുട്ടികളെടുത്ത് കൊടുത്താൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചോളൂല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് അത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം, നമുക്ക് വേറെ പണികൾ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സ്നാക്ക് അങ്ങോട്ട് സെറ്റാക്കിക്കോളും. അപ്പോൾ ഇത് നമ്മൾ മയണൈസും ഞാനൊരു 3 എഗ്ഗിനുള്ള മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയാണ്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു.
പിന്നെ ഇതാ നമ്മളെ ഇറച്ചിപ്പത്തിരീൻ്റെ മസാല അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. ഞാൻ അതായത് നമ്മൾ ചൊറുപ്പത്തിരി, നമ്മളിവിടെ അധികം ഇറച്ചിപ്പത്തിരി എന്ന് പറയുന്നതിനേക്കാളും ചൊറുപ്പത്തിരി എന്നാട്ടോ പറയുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുടെ കണ്ടു നോക്കുക കേട്ടോ. പുതിയ വ്യൂസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നല്ല റെസിപ്പിയാണ് കേട്ടോ, കുറേ പേര് ചെയ്ത് നോക്കിയിട്ടില്ല, നല്ല കിടലൻ റെസിപ്പിയാണ്. ഞാനതിലേക്ക് ബീഫാട്ടോ എടുത്തിട്ടുള്ളത്. ബീഫാണ് നമ്മളെ ഇറച്ചിപ്പത്തിരിയിലേക്ക് ഏറ്റവും ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് കൊടുക്കുക ബീഫാണ്. ചിക്കനിലും നമുക്ക് ഉണ്ടാക്കാം, ഫിഷിൽ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുക അത് ബീഫിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് മീൻ പപ്സ് ഇല്ലേ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അയില നമ്മളെ ഇറച്ചിപ്പത്തിരിയിലേക്ക് മസാല സെറ്റായിട്ടാ. ഇനി മീൻ പപ്സിലേക്കുള്ള മീനും ഞാനൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തു. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് ഇതൊക്കെ ഞാൻ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സവാള നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി സവാള എടുക്കുക, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചെറിയൊരു ക്വാണ്ടിറ്റി, അതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വലിയ ജീരകം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ, എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കേട്ടോ, ആ ഒരു ഫ്ലേവറിന് മാത്രം. എരിവിന് നമ്മൾ പച്ചമുളക് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് പപ്സിന് നല്ല മസാലയാണ് കേട്ടോ, ഒരുപാട് മസാല കുത്തില്ലാത്ത നല്ലൊരു ലൈറ്റ് മസാലയാണ് ഇത് കൊടുക്കുക. പിന്നെ നമ്മൾ അയിലയില്ല അത് മുള്ളിൽ നിന്നും മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ഒരു 40 പപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 2 അയില മതിയാവും കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ മസാലയ്ക്ക് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സമൂസ ഫില്ല് ചെയ്തിട്ടാ കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്കുള്ള സമൂസ, വൈറ്റ് സമൂസ ഏകദേശം ആക്കി ഫോൾഡ് ചെയ്ത് കഴിയാനായി. പിന്നെ നമ്മൾ പോക്കറ്റ് ഷവർമയിലേക്കുള്ള സംഭവം റെഡിയാക്കി വെച്ചു, രണ്ടാമത്തെ സ്നാക്ക്. പിന്നെ ഇറച്ചിപ്പത്തിരിക്കുള്ള ഫില്ലിങ് റെഡിയാക്കി വെച്ചു. ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്ത് മിക്സിയിലെ ജാറിൽ നമ്മുടെ ചൊറുപ്പത്തിരിൻ്റെ മാവ് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സമൂസയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നത് കേട്ടോ, ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സമയങ്ങളിലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. കാര്യം അന്നത്തെ ദിവസത്തെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും അന്നത്തെ ദിവസത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്നത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്തു വെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം ചെയ്തു വെക്കും, ചെയ്യാലോ അങ്ങനെ. അപ്പോൾ ഇതാ സമൂസ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നാളെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് ആ ഒരു സമയത്ത് തന്നെ എടുത്താൽ മതി. നമ്മൾ ഫ്രീസറിലല്ല വെക്കുന്നത്, ഫ്രിഡ്ജിലല്ലേ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്താൽ മതി. നേരത്തെ 1/2 മണിക്കൂർ എടുത്ത് പുറത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് ആ നനവും കാര്യങ്ങളൊക്കെ നമ്മളെ ഷീറ്റിന് വരിക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രൈ ചെയ്യുന്ന എണ്ണ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പുറത്തെടുത്താൽ മതി. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയി പോവും. അപ്പം ഇങ്ങനെ നന്നായിട്ട് അടുക്കി അടച്ചു വെക്കുക. ഇതിങ്ങനെ ഒന്നിൻ്റെ മേലിൽ ഒന്നേ വെച്ചാലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ കുക്കിംഗ് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ഒരാളൊക്കെ ഉള്ള വീട്ടിൽ ഒരാൾ എല്ലാം ചെയ്യേണ്ട ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ നമുക്ക് നടത്തുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും കേട്ടോ. കാര്യം എല്ലാ വീട്ടിൽ കുറേ പേരുണ്ട്, 3-4 പേരുണ്ട്, അല്ലെങ്കിൽ 2 പേരൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ അത്രയും ആളുകളും ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ ആളുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ കാര്യമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെല്ലാമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്തിച്ച് അങ്ങനെ ചെയ്തു വെച്ചാൽ മതി. എന്നിട്ട് അടുത്ത ദിവസം ചെയ്താൽ മതി. എൻ്റെതിപ്പോൾ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അവരെല്ലാവരും വരും, പെങ്ങന്മാരും ഏട്ടനും വൈഫും എല്ലാവരും വരും. പക്ഷേ അവരെല്ലാം നോമ്പെടുത്തിട്ടാണ് വരുന്നത്. അവരെല്ലാം അവരുടെ വീട്ടിൽ എന്നും എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അവരെല്ലാം അവരുടെ വീട്ടിൽ എന്നും ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇപ്പം എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം അങ്ങനെ ടയേർഡായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഒരു ദിവസം ഫ്രീ ആയിട്ട് അങ്ങനെ ഭയങ്കരമായി ജസ്റ്റ് എല്ലാം ചെയ്യും കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. എന്നാലും ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് പണികളെടുക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തുറപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. കാര്യം എല്ലാവരും കൂടിയിട്ട് പണിയെടുത്ത് ടയേർഡായി നോമ്പ് തുറന്ന് അത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ എനിക്ക് പണ്ടേ ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഒരു മൈൻഡ് ഫ്രീ ആവും, ടെൻഷൻ ഫ്രീ ആവും കേട്ടോ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാവും. ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ
എന്തൊരു ബേജാറാണ്, എന്തൊരു ടെൻഷനാണ്. നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ, അതായത് എൻ്റെ ഫാമിലി ഇല്ല. ശരിക്കും റഫീഖാൻ്റെ പെങ്ങന്മാരും ഏട്ടനും മക്കൾ മരുമക്കൾ ഇവരൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ചെയ്തു വെച്ചാൽ നമുക്ക് മാഷാ അല്ലാ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാൽ തന്നെ നല്ലൊരു ആളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ഭയങ്കര നല്ലതല്ലേ, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഞാൻ ഉപ്പയ്ക്കുള്ള സമയത്താണെങ്കിലും കൂടിയിട്ട് ഇതുപോലെ രാത്രിയിൽ ചെയ്തു വെക്കും കേട്ടോ. തലേ ദിവസം ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കും. അപ്പോൾ ഉപ്പത് കാണുമ്പോൾ പറയട്ടെ നാളെ ചെയ്താൽ പോരെ, ഓരെല്ലാവരും വരുമ്പോൾ ചെയ്താൽ പോരെ എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സ്നാക്സ് മാത്രം എനിക്കത് ചെയ്ത് വെക്കണം കേട്ടോ. അത് വെച്ചിട്ടില്ല, അത് വെച്ചാൽ ഒരു സമാധാനം. ബാക്കി പിന്നെ പത്തിരി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ എല്ലാവരും കൂടി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ഇതിപ്പോൾ തറാവിക്ക് പോകുന്നതിൻ്റെ മുമ്പ്, തറാവി നിസ്കരിക്കാൻ കയറുന്നതിന് മുമ്പാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ നൈസ് പത്തിരി, കാരണം കുറേ നമുക്ക് കാണിക്കുമ്പം നമുക്ക് സമയം അങ്ങനെ പോയിപ്പോവും. നൈസ് പത്തിരിക്ക് ഞാൻ സാധാ പരത്തി വെക്കൂലേ, പരത്തിയിട്ട് കണ്ടെയ്നറിൽ ഒരു 3 കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ 3 കപ്പ എടുത്തിട്ടുള്ളൂ. അതായത് 3/4 കിലോ പത്തിരി കുറച്ച് മതിയല്ലോ. അപ്പോൾ 3/4 കിലോ പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. അതിനി നമ്മൾ ചുടുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ച് ചുട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പണിയും തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ പരത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ. തലേ ദിവസങ്ങളിൽ കഴിയുന്ന അത്രയും റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യലില്ല. ഇതിപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. കാര്യം സുബൈ നമസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കുറേ സമയം ഇരുന്നിട്ടില്ല, ഒരു 6:30 ആകുമ്പോഴത്തേക്കും കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 8 മണിയായപ്പോട്ടെ എണീറ്റിട്ടുള്ളൂ. 8 മണിക്ക് എണീറ്റിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്നെനിക്ക് റിലാക്സ് ചെയ്തിട്ട് എണീക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഈ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഉറക്കിൻ്റെ പ്രശ്നം വന്നിട്ട് മൈഗ്രെയിൻ വന്ന് ആകതാവും. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താണോ ഈസി അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പണികൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും കേട്ടോ. കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളെ ബട്ടൂരക്കുള്ളത് കുഴച്ച് വെക്കുകയാണ്. നമ്മളെ ഷവർമ പോക്കറ്റിൻ്റെ ആ ഒരു പോക്കറ്റ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലെടുത്തു. മൈദ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പാലും വെള്ളം കൂടെ കലർത്തിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇളം ചൂടുള്ള പാലാണ് എടുത്തത്. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൈദ ഞാനിപ്പോൾ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ആ ഒരു അളവാട്ടോ ഇപ്പോൾ എടുത്തത്. 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, ഇളം ചൂടുള്ള പാൽ. അതെനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മൈദ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുമ്പോൾ പാലൊക്കെ അതിനനുസരിച്ച് കുഴക്കാൻ ആവശ്യത്തിലുള്ള പാലെടുക്കുക കേട്ടോ. പിന്നെ പാൽ അങ്ങനെ കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി എടുത്തോ കുറച്ച്, എന്നിട്ട് ബാക്കി വെള്ളം ചേർത്തോ. അങ്ങനെ ഇനിയിപ്പോൾ പാലും വെള്ളവും മിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് കട്ടത്തൈരോ സാധാ പുളിയുള്ള തൈര് ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഈസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് ആക്ടിവേറ്റ് ആവാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ അത് ഞാൻ പാത്രത്തിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് ഇനി പൊങ്ങി വന്നോളും. 1 മണിക്കൂർ എങ്ങാനും മതി. 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇപ്പം നല്ല ചൂടല്ലേ, പക്ഷേ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചെന്നുള്ളൂ കേട്ടോ. ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇത് റമലത്തെയും കുട്ടികളും വന്നു കേട്ടോ. അതിൻ്റെ മുമ്പ് സുഹൃത്തെ അളിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഭയങ്കര റിസ്ക് ഇല്ലാത്ത കുറച്ച് ആക്കി വെച്ച കുറച്ച് പണികളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കണ്ണുവെച്ച പത്തിരിക്ക് കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റമൽത്ത ഒന്ന് പരത്തി ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി അടുത്തത്. പിന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തേങ്ങ അരച്ച് വറവിട്ട് ഒഴിക്കാനേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ ഓരോന്നോരോന്ന് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫലൂദ ഉണ്ടാക്കുന്നുണ്ട്. ഫലൂദ കഴിഞ്ഞ നോമ്പിന് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനത്തെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ടായിരിക്കാം ജ്യൂസ് അല്ലാതെ വേറൊന്നിനും തോന്നുന്നില്ല കേട്ടോ. വല്ലപ്പോഴും റഫീഖക്ക് ആണ് അതിഷ്ടം. അത് ഞാൻ വല്ലപ്പോഴും 2 ഗ്ലാസ്സോ മറ്റോ റഫീഖക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മളെ കറി തേങ്ങയൊക്കെ ഒഴിച്ച് തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിപ്പത്തിരി ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ മാവ് അരച്ച് വെച്ചു, പിന്നെ മസാലയും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചില്ലേ, അതിപ്പോൾ എടുത്തിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളെ കറി ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിത് കാണിച്ചിട്ടുള്ള ആ ഒരു യെല്ലോ കറിയില്ലേ, ആ ഒരു കറിയാണ്. അതൊന്ന് ഉള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് വറവിട്ടെടുക്കാം. ഇനിയിപ്പോൾ എന്താ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുണ്ട്, അതിന് കട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ അവർ ചെയ്തോളൂ കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റമലത്ത് അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നൈസ് പത്തിരി ചൂടണം, അതൊക്കെ ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ട പണികളാണ്. അതുപോലെ തന്നെ 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ബിരിയാണി ദം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യാമല്ലോ. അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് ഇപ്പോൾ ഇഫ്താർ പാർട്ടി ആണെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് എത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കണം, അത് തീർക്കണം, എത്ര സമയത്തിനുള്ളിൽ ഫ്രൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിലേ നമ്മളെ കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു ഭയങ്കര തിരക്കില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 4 ആളെ വിളിക്കുകയാണെങ്കിലും 10-20 ആളെ വിളിക്കുകയാണെങ്കിലും തിരക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ അത് കുറേയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. എന്തായാലും ഒരു തിരക്കും എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട് സലാഡ് കൊണ്ടൊന്ന് ഇത് റമലത്തെ ഇങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതാ കിച്ചണിൽ എല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളും കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളേ ഇനിയുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഭയങ്കര റിസ്ക് ഇല്ലാതെ ഇപ്പോൾ വല്ലപ്പോഴും വരുന്ന ആളുകളാണ് ഇവരൊക്കെ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടുമ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയം നമ്മൾ പണിയെടുത്തിട്ടും അങ്ങനെ കുറേ പണിയെടുത്തും ടയേർഡായിട്ടും അങ്ങനെ ആക്കലില്ല. അപ്പോൾ ഇനി ഇത് ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. ഇത് ഞാൻ കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ആ റെസിപ്പി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ റഫീഖാനോട് ഏതാ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ റഫീഖ പറഞ്ഞു ഫ്രഷ് ക്രീമും ആ ഒരു മിൽക്ക് മെയ്ഡും ഇട്ടിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞു മാങ്ങ ഇട്ടിട്ടുള്ളതല്ലേ നല്ലതെന്ന്. അങ്ങനെ പിന്നെ അത് മൊത്തത്തിൽ കോംബോ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. പിന്നെ ഉണ്ടാക്കിയത് മാങ്ങ പൾപ്പ് നന്നായിട്ട് അരച്ചിട്ട് നമ്മളെ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു. പിന്നെ ആ ഒരു മാങ്ങ പൾപ്പിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ തിക്കാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ റഫീഖാൻ്റെ ടേസ്റ്റും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ മധുരത്തിനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ക്രീമി ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിലാണ് നമുക്ക് മിൽക്ക് മെയ്ഡ് എടുക്കേണ്ടത് കേട്ടോ. ഇനി മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മാങ്ങ ടൈറ്റായി വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു മിക്സ്, അതായത് നമ്മൾ കസ്റ്റാർഡ് എന്ന് പറയുന്നത് ആ ഒരു മിക്സിനെ കേട്ടോ ഞാൻ പറയുന്നത്, കസ്റ്റാർഡ് അല്ല നമ്മൾ ഉണ്ടാക്കിയത്, അറിയാലോ. അപ്പോൾ അത് ടൈറ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പാല് വേണ്ടത് ഒഴിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മൾ ഇത് ഫ്രൂട്ട് സലാഡ് വേണ്ടത് ആ രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് റാപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവെക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ ബിരിയാണി പരിപാടി ഇനി ആക്കാനുണ്ട് കേട്ടോ. മസാല ഞാൻ ഉച്ചയ്ക്ക് മുമ്പാക്കും. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലോറ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റൈസ് ആക്കിയിട്ട് ദം ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് എന്താ പറയുക, ജ്യൂസും കൂടെ ഇവിടെ അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വത്തക്ക പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പീസാക്കിയിട്ടിട്ടുള്ള അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വത്തക്ക ജ്യൂസ് കുടിക്കുന്നതിന് സുഖം, നോമ്പെടുത്തിട്ട് കുടിക്കുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അതെല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ല അത്. അപ്പോൾ ഇതാ നമ്മളെ സമയം 5:30 ആയിട്ടുണ്ട്. എൻ്റെ ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല. ബിരിയാണിയൊക്കെ ദം ചെയ്തു. പിന്നെ അവിടെ ഫ്രൈ ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ റെഡിയായി, അതൊക്കെ കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. മരുമക്കളും എല്ലാം പെങ്ങന്മാരൊക്കെ പിന്നെ രാവിലെ തന്നെ വന്നു. അവരെല്ലാവരും ഏട്ടനും ഭാര്യയും മരുമക്കളും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മളെ പോക്കറ്റ് ഷവർമ്മയ്ക്കുള്ളത് ആ ഒരു ബട്ടൂരില്ലേ, ആദ്യം നമ്മൾ
ആ ഒരു ബട്ടൂര ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് പല രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ റൗണ്ടായിട്ട് ഒരു അളവിൽ കണക്കാക്കിയുള്ള ഒരു അളവിന് റൗണ്ടായിട്ട് ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് അത് കട്ടാക്കിയിട്ട് രണ്ടായിട്ട് ഒരു ഹാഫ് മൂൺ ഷേപ്പിലില്ലേ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ എടുക്കുമ്പോൾ വേഗം വേഗം പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇത്ര വലുപ്പം നിങ്ങളാക്കണ്ട കേട്ടോ, കുറച്ച് വലുപ്പം കുറച്ചോ, അതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. ഇച്ചിരി കൂടെ കട്ടിയാക്കിയിട്ട് വലുപ്പം ഒന്നും കൂടെ കുറക്കുക. ഇത് ഞാൻ പക്ക റെസിപ്പി ആയിട്ടൊന്നും ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇൻഷാല്ലാ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. കാരണം എല്ലാവരും ചെയ്തിട്ടുള്ള റെസിപ്പിക്കാണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയൊക്കെ റിസ്ക് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് സമൂസ അതവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ടൂർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ബട്ടൂർ റെഡി ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ സംഭവം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു മയണൈസൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ആ ഒരു ഐറ്റം. പിന്നെ ഒന്നും കൂടെ ഉണ്ടായി, നമ്മൾ ബട്ടർഫ്ലൈ ചിക്കനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചിക്കനൊക്കെ മസാല ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അറിയില്ലേ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി നല്ല മൂവിങ് ലൈറ്റാണ് കേട്ടോ അത്. കുട്ടികൾക്ക് നല്ല കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതിനായിരുന്നു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനും ഇതിനൊക്കെ. അപ്പോൾ അത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. നമ്മളത് മസാലയൊക്കെ പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഈസിയുമാണ് അത്, ജസ്റ്റ് ഫ്രൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. എളുപ്പത്തിൽ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന ആ ഒരു ഈസി ആയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളെ പോക്കറ്റ് ഷവർമ ഇവരെല്ലാവരും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, നമ്മളെ ബട്ടൂരൻ്റെ ആ ഒരു റാ ഷേപ്പിൻ്റെ അവിടെ ഇല്ലേ അവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് അതോടെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മസാല ഒരുപാടുണ്ട്, അപ്പോൾ കുറച്ച് വലിയ തന്നെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ ആക്കിയെടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി എടുത്താൽ മതി കേട്ടോ. ചെറിയത് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാകത്തിലുള്ള മസാല നിറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കളർഫുൾ ക്യാപ്സിക്കും മല്ലിയിലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാ നമ്മളെ ബട്ടർഫ്ലൈ ചിക്കനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഒന്നുമില്ല, ചിക്കൻ മസാല വരക്കി വെച്ചിട്ട് ഇൻഷാല്ലാ ഇത് നിങ്ങൾ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ആക്കുക. നമ്മൾ ഇനി ഏതെങ്കിലും വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, റെസിപ്പി എടുത്ത് നമുക്ക് ഇഫ്താർ പാർട്ടിയിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാര്യം എല്ലാവരും കൂടെ വരുമ്പോഴും അങ്ങനത്തെ കാര്യം അതിൻ്റെ മുമ്പ് ചെയ്തതാണ് ഞാൻ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇഡ്ഡലി വേണം നോക്ക് അല്ല പറഞ്ഞേ. പിച്ചയോടെ ഒന്ന് പറയും ഇതൊക്കെ കേട്ടില്ല. എൻ്റെ പിച്ച എവിടെ? കൽപ്പറ്റയോ? എൻ്റെതോ?
അപ്പോൾ ഇതാ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലേഡീസിൽ നമ്മൾ ഇവിടെ കിച്ചണിൽ ടേബിള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ അടിയാവൂലേ, അപ്പോൾ അതും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫലൂദ, ജ്യൂസ്, സ്നാക്സ് എല്ലാം റെഡിയാണ്. ഫലൂദേൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോക്കൊക്കെ തുറന്ന് നമസ്കാരവും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ മെയിൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കാര്യം അതിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കുന്നത്. കാര്യം എല്ലാവർക്കും തറാവി നമസ്കാരത്തിനും എല്ലാം പോകണ്ടേ. ശരിക്കും അരുവാൻ കൊടുത്ത് നമസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറന്ന് നമസ്കാരം കഴിയുമ്പോഴത്തേക്കും ഏകദേശം സമയമായി. പിന്നെ ഒരു 10-15 മിനിറ്റാണ് മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ അല്ലേ. എല്ലാവർക്കും വേഗം വേഗം പോകാൻ വേണം, പള്ളിയിലേക്കൊക്കെ എത്തണ്ട. ആണുങ്ങൾക്കായാലും ഒക്കെ പെണ്ണുങ്ങൾക്കായാലും നമസ്കാരം, തറാവി നമസ്കാരം കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് കയറണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പം പോണ്ടാ എന്തൊക്കെ പറയും നോക്ക്. ഇപ്പൊ പോണ്ട പറഞ്ഞില്ലേ? അപ്പോൾ അതിന് ശേഷം നമ്മളും ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.